ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ യുവാക്കളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയായ മ്ലാഡിഫെസ്റ്റ് മെജുഗോറയിൽ ആവേശകരമായി മുന്നേറുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ 6 വരെ നീണ്ടുനിൽക്കുന്ന പ്രാർത്ഥനോത്സവത്തിൽ 40,000-ലധികം യുവജനങ്ങളും 700ഓളം വൈദികരുമാണ് പങ്കുചേരുന്നത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ 800-ാം ചരമവാർഷികത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവന്റെയും പ്രത്യാശയുടെയും ഉറവയായ ക്രിസ്തുവിലേക്ക് മടങ്ങിവരാൻ യുവാക്കളെ ക്ഷണിക്കുന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃകാപരമായ ജീവിതത്തെയും മധ്യസ്ഥതയെയും മുൻനിർത്തിയാണ് 6 ദിവസത്തെ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു മനസ്സോടെയുള്ള ജപമാല, പ്രാർത്ഥന, പരിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ആരാധന, സാക്ഷ്യപ്പെടുത്തലുകൾ, അപ്പാരിഷൻ ഹില്ലിലെ പ്രാർത്ഥനാ യാത്രകൾ എന്നിവയാണ് ഈ യുവജനോത്സവത്തിന്റെ പ്രധാന ആകർഷണം. മെഴുകുതിരികളേന്തിയുള്ള പ്രത്യേക രാത്രികാല പ്രാർത്ഥനകളും മാതാവിന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രഘോഷണ റാലികളും യുവജനങ്ങൾക്ക് വലിയ ആത്മീയ അനുഭൂതിയാണ് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കിയാണ് പരിപാടികൾ നടത്തുന്നത്. വിവിധ ഭാഷകളിലായി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് തത്സമയം ചടങ്ങുകൾ കാണാനുള്ള സൗകര്യവും മാധ്യമങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മെഡ്ജുഗോറിയയിലെ പ്രശസ്തമായ മ്ലാഡിഫെസ്റ്റ് പ്രാർത്ഥനോത്സവം 1989-ൽ ഫാദർ സ്പാവ്കോ ബാർബരിച്ചാണ് തുടക്കമിട്ടത്. ചെറുപ്പക്കാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും പ്രാർത്ഥനയിലും ദിവ്യകാരുണ്യ ആരാധനയിലും അധിഷ്ഠിതമായ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ സഹായിക്കുക എന്നതുമായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഓഗസ്റ്റ് 6 പുലർച്ചെ 5 മണിക്ക് ക്രിസേവാക് മലമുകളിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയുടെയും പങ്കെടുക്കുന്ന യുവജനങ്ങളെ പുതിയ സുവിശേഷ ദൗത്യങ്ങളിലേക്ക് നയിക്കുന്ന മിഷനറി സെൻഡിംഗ് ചടങ്ങോടെയും മ്ലാഡിഫെസ്റ്റിന് സമാപനമാകും. ആഗോളതലത്തിൽ വിശ്വാസവും ആത്മീയ നവീകരണവും യുവാക്കളിൽ വളർത്തുന്നതിന് മെജുഗോറിയയിലെ ഈ വാർഷിക പ്രാർത്ഥനോത്സവം വലിയ പങ്കാണ് വഹിക്കുന്നത്. ചർച്ച് ഡെസ്ക്, ഷെഖൈന ന്യൂസ്.